ബഹുമാനപ്പെട്ട നബിയുല്ലാഹി സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു സമയത്ത് കൊട്ടാരത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് സുലൈമാൻ നബി ഒരു ചോദ്യം ചോദിച്ചു. അവിടെ ആരൊക്കെ ഇരിക്കുന്നുണ്ടെന്ന് അറിയോ? ഇങ്ങോട്ട് ജിന്നുകള്, ശൈത്താന്മാര്, പിശാചുക്കള്, മനുഷ്യന്മാര്, മറ്റുള്ള എല്ലാ സൃഷ്ടികളും സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ ദർബാറിലുണ്ട്. സുലൈമാൻ നബി അലൈഹി സ്വലാം ഒരു ചോദ്യമാണ്. എന്താണെന്നറിയോ? സുലൈമാൻ നബി അലൈഹി സ്വലാം ഇരിക്കുന്ന കൊട്ടാരത്തിന്റെ അപ്പുറത്ത് 1300 മൈലപ്പുറത്ത് ബിൽഖീസ് എന്ന് പറയുന്ന ഒരു രാജ്ഞിയുടെ ഒരു കൊട്ടാരമുണ്ട്. 1300 മൈല്. ആ കാലം 4000 കൊല്ലം മുമ്പ് 1300 മൈല്. ഇപ്പൊ 2026 ഞാൻ മുള്ളൂർക്കരയിൽ നിന്ന് നിങ്ങളുടെ ഈ സ്ഥലം ഉണ്ടല്ലോ സുങ്കതകട്ടയിലേക്ക് 400 ചില്ലാനം കിലോമീറ്റർ യാത്ര ചെയ്യാൻ 13 മണിക്കൂർ എടുത്തു എന്റെ കാറിൽ. ഹൈവേ NH 66ലൂടെ 13 മണിക്കൂർ യാത്ര ചെയ്യേണ്ടി വന്നു. 400 കിലോമീറ്റർ എനിക്കിങ്ങോട്ട് മുള്ളൂർക്കരയിൽ നിന്ന് സുങ്കതകട്ടയിലേക്ക് വരാൻ 400 സംതിങ് ഉണ്ട്. സുബ്ഹാനല്ലാഹ്. അപ്പൊ 1300 മൈല്, 4000 കൊല്ലം. അന്ന് സൈക്കിളില്ല. ഈ സാധനം കിനാബ് പോലും കാണാൻ പറ്റൂല. ഏത് ഈ ലൈവും ഈ ഷൂവും ഈ പെട്രോമാക്സും ഈ ബോക്സും ഈ മൈക്ക് സെറ്റും വാച്ചും ചെരുപ്പും ഈ കാണുന്ന ഒന്നും ഒന്നില്ല. ഈ കോലം തന്നെ ഇല്ല. വെറും കഴുത, ഒട്ടകം, കുതിര. ഈ ഇതാണ് വാഹനം. ലൈറ്റ് ഇല്ല, കറണ്ട് ഇല്ല, പെട്രോൾ ഇല്ല, ഒന്നുമില്ലാത്ത കാലം. സുലൈമാൻ നബി അലൈഹിസ്സലാം ഒരു ചോദ്യം ചോദിക്കുകയാണ് സദസ്സിലുള്ളവരോട്. എന്താണ് സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചതെന്നറിയോ? അയ്യുക്കും യഅ്തീനി ബി അർശിഹാ, നിങ്ങളുടെ കൂട്ടത്തിൽ ആരാണ് 1300 മൈലുകൾക്കപ്പുറത്ത് കിടക്കുന്ന ബിൽഖീസ് രാജ്ഞിയുടെ കൊട്ടാരത്തിന്റെ ഉള്ളിൽ കിടക്കുന്ന സിംഹാസനം വളരെ പെട്ടെന്ന് എന്റെ മുമ്പിൽ കൊണ്ടുവന്നേക്കാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? സുലൈമാൻ നബി അലൈഹിസ്സലാം വെല്ലുവിളിക്കുമ്പോ ആ കൂട്ടത്തിൽ ആരൊക്കെ ഉണ്ട്? ജിന്നുകളുണ്ട്, ശൈത്താന്മാരുണ്ട്, മറ്റുള്ളവരുണ്ട്, മനുഷ്യരുണ്ട്, വലിയ വീര ശക്തന്മാരുണ്ട്. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വെല്ലുവിളി കേട്ടപ്പോ വഖാല ഇഫ്രീത്തും മിനൽ ജിന്നി, ജിന്നുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇഫ്രീത്ത് എന്ന് പറഞ്ഞൊരു ജിന്ന് എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയേ, ഞാൻ കൊണ്ടുവന്ന് തരാം. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, എത്ര സമയം വേണം നിനക്ക്? ആ ഇഫ്രീത്ത് ജിന്ന് പറയാണ്. ഇഫ്രീത്ത് എന്ന് പറഞ്ഞാൽ ജിന്നേറ്റവും ശക്തിയുള്ളവനാണ് ഇഫ്രീത്ത്. ആ ഇഫ്രീത്ത് പറയാണ്, സുലൈമാൻ നബിയെ, നിങ്ങൾ ഈ കസേരയിൽ നിന്ന് എഴുന്നേൽക്കുന്നതിന് മുമ്പേ സുലൈമാൻ നബി ഇരിക്കുന്ന കസേരയിൽ ഇരുന്നാൽ മിനിമം ഒരു 3 മണിക്കൂർ കഴിയാതെ സുലൈമാൻ നബി ആ കസേരയിൽ നിന്ന് എഴുന്നേൽക്കാറില്ല. അപ്പൊ കേവലം 3 മണിക്കൂർ സമയം മതി 1300 മൈലപ്പുറത്ത് കിടക്കുന്ന ബിൽഖീസിന്റെ കൊട്ടാരത്തില് രാജസിംഹാസനം നിങ്ങളുടെ മുമ്പിൽ ഞാൻ എത്തിച്ചു തരാമെന്ന് ശക്തനായ ഇഫ്രീത്ത് ജിന്ന് പറഞ്ഞപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാം പറഞ്ഞു, പറ്റൂല, അതിനേക്കാൾ വേഗത്തിൽ കൊണ്ടുവരാൻ കഴിവുള്ള ആരെങ്കിലും നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ? സുലൈമാൻ നബി അലൈഹിസ്സലാം ഇത് ചോദിച്ചപ്പോ ജിന്നുകളും ശൈത്താന്മാരും പറഞ്ഞു, സുലൈമാൻ നബിയെ, ആർക്കാണ് പറ്റുക? ഇഫ്രീത്തിന് പറ്റാത്തത് ശൈത്താന്മാർക്ക് പോലും പറ്റൂല. ഇഫ്രീത്ത് എന്ന് പറഞ്ഞ ആരാ? ശൈത്താന്മാരേക്കാൾ വലിയ ശക്തിയുള്ളവരാ. പറക്കാനും ഓടാനും മണ്ടാനും ചാടാനും കടലൊക്കെ എടുത്തു വെച്ച് ചാടിക്കടക്കാനും കഴിവുള്ള ആ ഇഫ്രീത്തിന് പറ്റാത്തത് ഈ കൂട്ടത്തിൽ ഇനി ആർക്കാ പറ്റുക? സുലൈമാൻ നബിയെ. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇഫ്രീത്ത് പറഞ്ഞത് ഇത്ര ടമയാണ്, അതിന്റെ മുമ്പ് ചെയ്യാൻ പറ്റുന്ന ആളുണ്ടോ? അങ്ങടെ കൂട്ടത്തിൽ ആരേലും ഉണ്ടോ? ആ സമയത്ത് സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ സദസ്സിന്റെ പിന്നിൽ നിന്ന് ഒരു പാവപ്പെട്ട മനുഷ്യൻ, ഒരു സാധാരണ മനുഷ്യൻ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, സുലൈമാൻ നബിയേ, ഞാൻ ബിൽഖീസിന്റെ സിംഹാസനം ഉണ്ടല്ലോ, ആ കൊട്ടാരത്തിന്റെ അകത്തുള്ള സിംഹാസനം നിങ്ങളുടെ മുമ്പിൽ വേഗം എത്തിച്ചു തരാം. സുലൈമാൻ നബി ചോദിച്ചു, എത്ര സമയം തരണം നിനക്ക്?
സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് ആ നീച്ചുന്ന മനുഷ്യൻ പറയാണ്, സുലൈമാൻ നബിയേ, നിങ്ങൾ കണ്ണൊന്ന് ചിമ്മി മിഴിക്കുന്നതിന്റെ ഉള്ളില്, ഒരൊറ്റ സെക്കൻഡിന്റെ ഉള്ളില് 1300 മൈലപ്പുറത്ത് കിടക്കുന്ന ബിൽക്കീസിന്റെ കൊട്ടാരത്തിലെ സിംഹാസനം ഞാനിവിടെ എത്തിച്ചു തരാം. ഇത് കേട്ടപ്പോ സുലൈമാൻ നബി അലൈഹിസ്സലാമും ജിന്നുകളും ശൈത്താന്മാരും അതാ അമ്പരക്കുകയാണ്. 1300 മൈലപ്പുറത്ത് കിടക്കുന്ന സിംഹാസനം ഒരൊറ്റ സെക്കൻഡ് കണ്ണ് ചിമ്മിമിക്കുന്നതിന്റെ ഇടയിലോ, അതെ, സുലൈമാൻ നബി അലൈഹിസ്സലാമിനോട് അതാ ആ മനുഷ്യൻ പറഞ്ഞു, കണ്ണടക്കൂ. കണ്ണടക്കാൻ പറഞ്ഞു. ആ മനുഷ്യൻ പറഞ്ഞു, സുലൈമാൻ നബിയെ കണ്ണ് തുറന്നു. സുലൈമാൻ നബി കണ്ണങ്ങ് തുറന്നപ്പോൾ ബിൽഖീസിന്റെ കൊട്ടാരത്തിന്റെ ഉള്ളിലിരുന്ന സിംഹാസനം ഇലാ ഹദ്റത്തിൻ നബി സുലൈമാൻ, സുലൈമാൻ നബിയുടെ മുന്നിലെത്തിപ്പോയി. ജിന്നുകൾ കിടുകിടാ വറക്കുകയാണ്, ഇഫ്രീത്ത് കടകടാ വറക്കുകയാണ്. ആരായി കൊണ്ടുവന്നതെന്നറിയോ? എന്നെ പോലത്തെ നിങ്ങളെപ്പോലത്തെ കണ്ടാൽ അധികം തടിയും വണ്ണൊന്നുമില്ലാത്ത ഒരു മെലിഞ്ഞ മനുഷ്യനാണ്. ആ മനുഷ്യന്റെ പേരാണ് എന്താണെന്നറിയോ? ആസഫ് ഇബ്നു ബിർഖിയാ റളിയല്ലാഹു അൻഹുവാണ്. ഔലിയാക്കളിൽ വലിയ സ്ഥാനത്തുള്ള മഹാനാണ്. സുലൈമാൻ നബി അലൈഹിസ്സലാം ചോദിച്ചു, ഇതെങ്ങനെയാ നിനക്ക് പറ്റിയത്? സുലൈമാൻ നബിയോട് ആ മനുഷ്യൻ പറയാണ്, സുലൈമാൻ നബിയെ, അല്ലാഹുവിന് ഒരുപാട് പേരുകളുണ്ടല്ലോ. വലില്ലാഹിൽ അസ്മാഉൽ ഹുസ്ന, അല്ലാഹുവിന് ഒരുപാട് പേരുകളുണ്ടല്ലോ. യാ അലിയു യാ കബീറു യാ അലീമു യാ ഖദീറു യാ സമീഉ യാ ബസീറു യാ ലതീഫ് യാ ഖബീർ. ഇതൊക്കെ അല്ലാഹുവിന്റെ പേരാണല്ലോ. വേറെയും കുറെ പേരുണ്ടല്ലോ. ഈ പേരുകളിൽ ഒരു പേരിന്റെ പേരാണ് ഇസ്മുൽ അഅ്ലം. അതറിയുന്ന ആൾക്ക് ഏത് ലോകത്ത് എന്ത് കാര്യവും സെക്കൻഡ് കൊണ്ട് നടത്താൻ കഴിയും. അത് അല്ലാഹ് തന്നിട്ടുണ്ട്. അത് മുഅ്ജിസ, അത് കറാമത്താണ്. അല്ലാഹ് ആസഫ് ഇബ്നു ബിർഖിയാ റളിയല്ലാഹു അൻഹുവിന് കൊടുത്ത കറാമത്താണ്. ഔലിയാക്കളിൽ പെട്ട ആളായത് കൊണ്ട് കറാമത്താണ്. ഇസ്മുൽ അഅ്ലം അറിയുന്ന ഏത് വ്യക്തിക്കും ലോകത്ത് എപ്പോഴും എവിടെയും സഞ്ചരിക്കാം. നമ്മൾ ചിലരൊക്കെ കേട്ടിട്ടില്ലേ, ചില ഔലിയാക്കന്മാരെ ചരിത്രം പറയുമ്പോൾ കേട്ടിട്ടില്ലേ? അതൊക്കെ പറയുമ്പോൾ ലൈവ് പോണതാണ്. അയിമ കയറി പിടിക്കാൻ കുറെ ആൾക്കാരുണ്ടാവും. ഇപ്പൊ എന്തെങ്കിലും ഔലിയാക്കളുടെ കറാമത്ത് പറഞ്ഞാൽ അയിമ കയറി പിടിക്കും കുറെ യൂട്യൂബർമാര്, ട്രോളർമാര്, യുക്തിവാദികള്, ബിദഈകള്, നിരീശ്വരവാദികള്. എന്നിട്ട് പറയും, മൗലിയാരെ, 21ാം നൂറ്റാണ്ട് ലോകം പുരോഗമിച്ച കാലത്ത് നിങ്ങൾ ഇമാതിരി നുണയും മനുഷ്യന് വിശ്വസിക്കാൻ പറ്റാത്തൊന്നും പറയല്ലേ എന്ന് പറയുന്നു. എടോ, നൂറ്റാണ്ട് എത്ര വലുതാവട്ടെ ചെറുതാവട്ടെ, ഹക്കായ കാര്യങ്ങൾ പറയാൻ ഒരാളെയും ഭയപ്പെടേണ്ട പ്രശ്നമില്ല. അതാണ് താജുൽ ഉലമ പഠിപ്പിച്ചത്. താജുൽ ഉലമയുടെ പ്രസംഗങ്ങൾ കേട്ടിട്ടില്ലേ? എടാ, ഞാൻ ഒറ്റക്കായിരുന്നാലും സത്യം പറയടാ. സുന്നത്ത് ജമാഅത്ത് വിട്ടിട്ടൊരു കളിയില്ലടാ. ഞാൻ ഒറ്റക്കായിരുന്നാലും സത്യം പറയടാ. അതാണ് താജുൽ ഉലമ നമുക്ക് പഠിപ്പിച്ച പാഠം. ഹക്കായ കാര്യം പറയണം. അതിൽ ആരെയും പേടിക്കാൻ പാടില്ല കേട്ടോ. അള്ളാഹുവിന്റെ ദീന് പറയാൻ എന്തിനു പേടിക്കണം? കാലം പുരോഗമിച്ചോട്ടെ, അള്ളാഹ്ക്കൊരു കുറവില്ലടോ. ഈ പറയുന്നവരൊക്കെ അള്ളാഹുവിന്റെ മുമ്പിൽ ഒരു കൊതുവിന്റെ കാലിന്റെ വില ഉണ്ടോ? ഇപ്പൊ നമ്മൾ 1400 കൊല്ലം മുമ്പ് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അസ്തമിച്ച സൂര്യനെ റസൂലുള്ള മടക്കി വിളിച്ചിട്ടില്ലേ? ഉണ്ടല്ലോ അല്ലേ? പടിഞ്ഞാറ് പോയി സൂര്യാസ്തമിച്ചു. അലി റളിയല്ലാഹു അൻഹുവിനെ അസ്ർ നിസ്കരിക്കാൻ പറ്റിയില്ല. അല്ലാഹുവിന്റെ റസൂൽ അലിയാരുടെ മടിയിൽ തല വെച്ച് ഇങ്ങനെ കിടക്കുകയായിരുന്നു ഒരു യുദ്ധക്കളത്തിൽ. ക്ഷീണിതനാ ഹബീബായ തങ്ങള്. അസർ ഇങ്ങനെ കളാകുകയാണ്. അള്ളാന്റെ റസൂലിനെ ഉറക്കത്തിന്ന് വിളിച്ചുണർത്തുന്നത് അദബ് കേടാണെന്ന് മനസ്സിലാക്കി അലി റളിയല്ലാഹു അൻഹു കണ്ണിൽ ഇങ്ങനെ കണ്ണുനീര് ധാരധാരയായി ഒഴുകുകയാണ്. കാരണം എന്താണെന്നറിയോ? തുസല്ലി ബിലാ ഖൽബിൽ സലാത്തം ബിമിസ്ലിഹാ യകൂനുൽ ഫതാ മുസ്തൗദിബൽ ലിൽ ഉഖൂബതി തളില്ലു വഖദ് അത്മം തഹാ ഗൈറ അലിമി തസീദു ഹിതിയതൻ റക്അതൻ ബഅദ റക്അതി.
എന്റെയും നിന്റെയും പോലെയല്ല മഹാന്മാര്. അവര് നിസ്കാരം വളരെ ഗൗരവത്തിലെടുക്കുന്നവരാണ്. ഒരു നിസ്കാരം ഖദാ ആകുക എന്ന് പറഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റൂല. അല്ലാഹുവിന്റെ റസൂല് കല്ലെറിഞ്ഞ സമയത്ത് നബി തങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥിച്ചിട്ടില്ല. നിങ്ങൾ കേട്ടിട്ടില്ലേ? തായിഫിൽ ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ ചെന്ന സമയത്ത് അക്രമകാരികൾ കല്ലെറിഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ നിന്ന് ചോരതാക്കി പോട്ട് ചാടി. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് വന്നിട്ട് ആ രക്തം പൊടിഞ്ഞ കാലതാ തുടച്ചു കൊടുത്തിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹ് പറഞ്ഞതാണ് എന്നെ തങ്ങളുടെ കാലെറിഞ്ഞു മുറിച്ച ഈ അക്രമകാരികളെ തകിടം മറിക്കാൻ, ഭൂമിയെടുത്ത് കമഴ്ത്തി കൊട്ടാൻ അല്ലാഹ് എനിക്ക് സമ്മതം തന്നിട്ടുണ്ട്. ഞാൻ ചെയ്യണോന്ന് ചോദിച്ചപ്പോ ഹബീബായ തങ്ങള് പറയാണ്, ജിബ്രീൽ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, സകല ലോകത്തിനും അനുഗ്രഹീതനായിട്ടല്ലാതെ അല്ലാഹ് എന്നെ പറഞ്ഞയച്ചിട്ടില്ല. അതുകൊണ്ട് റസൂലുള്ളാഹി പറയുന്നത് എന്താണ്? അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി വ ഇന്നഹും ലാ യഅലമൂന ശൈആ. വിവരമില്ലാത്തവരാണ് അല്ലാഹ്, നീ അവർക്ക് പുറത്തു കൊടുക്ക്. മുത്തുനബിയുടെ ദുആ. ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ കഴുത്തിലിട്ടു. ഹബീബായ തങ്ങളുടെ കഴുത്തിൽ നിന്ന് ഒട്ടകത്തിന്റെ ചീഞ്ഞ കുടൽമാല വലിച്ചിട്ടത് മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയാണ്. അത് വലിച്ചിട്ടിട്ട് ദുർഗന്ധം സഹിക്കവയ്യാതെ ഹബീബായ തങ്ങളുടെ പെരടിയിലൂടെ മുഴുവൻ ഒട്ടകത്തിന്റെ ചീഞ്ഞ കാറ്റും രക്തവും ചലും ഒലിച്ചിറങ്ങിയിട്ട് ആകെങ്ങനെ കുളിച്ചു നിൽക്കുമ്പോ ഫാത്തിമ ബീവിക്ക് സഹിക്കാൻ പറ്റില്ല. ബാപ്പയാണ്. മോളായ ഫാത്തിമ പറയാണ്, മുത്ത് നബിയെ, അള്ളാന്റെ റസൂലല്ലേ നിങ്ങള്, ഇവന്മാർക്കെതിരെ ഒന്ന് ദ്വാരുന്നൂടെ? ആ കഴുത്തിലൂടെ ഒട്ടകത്തിന്റെ കാഷ്ടവും മൂത്രവും ചലവും ചീഞ്ചലവും ചോരയ്ക്ക് ഒലിച്ചിറങ്ങി നിൽക്കുന്ന ഹബീബായ തങ്ങള് രണ്ട് കൈയിങ്ങനെ നീട്ടി പറയാണ്, അല്ലാഹുമ്മ ഗഫിർ ലി ഖൗമി വ ഇന്നഹും ലാ യഅലമൂന ശൈആ. വിവരമില്ലാത്തവരാണ് റബ്ബേ, നീ പുറത്തു കൊടുക്ക് റബ്ബേ, പുറത്തു കൊടുക്ക് റബ്ബേ. അതാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ. എന്നാൽ അതേ റഹ്മത്തുൽ ലിൽ ആലമീൻ വേറൊരു ദുആ നടത്തിയ ചരിത്രം പറയാനാണ് എന്തൊക്കെ പറഞ്ഞത് കേട്ടോ. ഒരു യുദ്ധക്കളത്തിൽ അല്ലാഹുവിന്റെ റസൂലിന്റെ അസർ ഖളാ ആക്കിപ്പോയി ഒരു വിഭാഗം ആളുകൾ. അവർക്കെതിരെ നബി തങ്ങൾ ദുആരുന്നത് എന്താണെന്നറിയോ? മല അല്ലാഹു ഖുബൂറഹും വ ബുയൂതഹും നാറാ. അല്ലാഹുവേ, അവരുടെ ഖബറുകളും വീടുകളും നീ തീ കൊണ്ട് നിറയ്ക്കണേ. നിസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. അലി റളിയല്ലാഹു അൻഹു ഇങ്ങനെ അസർ നിസ്കാരം ഖളായി പോയി. സൂര്യൻ അങ്ങ് അസ്തമിച്ചു. ഹബീബായ തങ്ങളുടെ തല അലിയാരുടെ മടിയിലാണ്. രണ്ട് കണ്ണിന്നും കണ്ണുനീരിങ്ങനെ ഒലിച്ചിറങ്ങിയിട്ട് അലിയാരുടെ താടിയുമൂടെ ഒലിച്ചിറങ്ങി ഹബീബായ തങ്ങളുടെ മുഖത്ത് വീണു. തങ്ങൾ ചോദാ പെട്ടെന്ന് നീക്കോക്കുമ്പോ അലിക്കറിയാണ്. യാ അലി, എന്തിനാ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂലിന്റെ ഇഷ്ടഭാജനമാണ്. അന മദീനത്തുൽ ഇൽമി വ അലിയും ബാബുഹാ. ഞാൻ മദീനയിലെ അറിവാണ്, അതിലേക്ക് കടന്നു വരുന്ന കമാനം അലിയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളുണ്ടല്ലോ. കരയുന്നത് കണ്ടപ്പോ മുത്തുനബി ചോദിച്ചു, എന്തിനാ കരയുന്നത്? എന്തെങ്കിലും പറ്റിയോ? അലി തങ്ങൾ പറയാണ്, നബിയെ, ഞാൻ അസർ നിസ്കരിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങന്റെ മടിയിൽ തലവെച്ച് റെസ്റ്റ് എടുത്തു. ഞാൻ നിസ്കാരത്തിൽ നിസ്കരിക്കാത്ത ആളായിരുന്നു. അങ്ങ് ഇത്ര റെസ്റ്റ് എടുക്കുന്നു എനിക്കറിയില്ലായിരുന്നു. പെട്ടെന്ന് സൂര്യൻ അസ്തമിച്ചത് അങ്ങേ വിളിച്ചുണർത്തുന്നത് അപമര്യാദയാണെന്ന് കണക്കാക്കിയിട്ട് ഞാൻ എന്റെ അസർ ഖളായി പോയി നബിയെ. ഞാൻ എന്റെ റബ്ബിനോട് സമാധാനം പറയണ്ടേ? ആ സമയത്ത് തങ്ങൾ എന്ത് ചെയ്തു? അസ്തമിച്ച സൂര്യന്റെ നേർക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് ഹബീബായ തങ്ങൾ പറയാണ്, അൽ ബദ്റു സുഖബി അംരിഹി വശംസു ഇദ് ഖർബത്തിലഹു റുദ്ദത് ബിഗൈരി തറദ്ദുദി വൽ വഗ്ശു വൽ അസ്ജാറു ഖസദത് ലഹു വഅലൈഹി കസല്ലംന ബഅദ തശഹു
സഹൂദി. അസ്തമിച്ച സൂര്യനോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, സൂര്യൻ എന്റെ അലി അസ്ർ നിസ്കരിച്ചിട്ടില്ല, നീ അസ്തമിച്ചത് ഇങ്ങോട്ട് തിരിച്ചു വരണോ. പടിഞ്ഞാറ് പോയി അസ്തമിച്ച സൂര്യൻ ഹബീബായ തങ്ങൾ വിളിച്ചപ്പതാ പൊന്തി വന്നു. അലിയാരി അസ്ർ നിസ്കരിക്കാൻ പറഞ്ഞു ഹബീബായ തങ്ങള്. അലി റളിയല്ലാഹു അൻഹു നിസ്കാരം കഴിഞ്ഞ് സലാം വീട്ടിയപ്പോഴും സൂര്യൻ അവിടെ നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇനി പൊക്കോ. ഹബീബായ തങ്ങൾ പറഞ്ഞപ്പോ ആ സൂര്യൻ പടിഞ്ഞാറ് തന്നെ പോയി അസ്തമിച്ചു. ഇത് 2026 ഞാൻ പ്രസംഗിച്ചാൽ അത് വിവരദോഷാവോ, അത് അന്ധവിശ്വാസാവോ, അത് ലോക മുസ്ലിങ്ങൾക്കുള്ള ഒരു ബുദ്ധിമുട്ടാകോ? സത്യം സത്യമായിട്ട് പറയണ്ടേ നമ്മൾ? സത്യം സത്യമായിട്ട് പറയാൻ എന്തിനാരെ പേടിക്കണം? ഇത് ചരിത്രമാണ്, ഇത് കിതാബിലുള്ളതാണ്, ഇത് ചരിത്രം കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്, ലോകം അംഗീകരിച്ചതാണ്. അപ്പോ കാര്യങ്ങൾ പറയുന്നിടത്ത് നമ്മൾ ഒരാളെയും ഭയപ്പെടണ്ട. അതാണ് താജുൽ ഉലമ നമുക്ക് കാണിച്ചു തന്ന മാതൃകം. ഞാൻ ഒറ്റക്കായിരുന്നാലും ഞാൻ സത്യത്തിന്റെ കൂടെ നമുക്കുമെന്ന് ബഹുമാനപ്പെട്ട താജുൽ ഉലമ ഖദ്ദസല്ലാഹു സിറഹുൽ അദീദ് നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഒറ്റ കാര്യം മാത്രമാണ് ഈ സാധുവായ എനിക്ക് ആദ്യം എന്നോടും രണ്ടാമത് നിങ്ങളോടും പറയാനുള്ളത്. നമ്മൾ ഒരുപാട് കാലമൊന്നും ആരും ജീവിക്കുന്ന ആരും വിചാരിക്കണ്ട കേട്ടോ. ആരാ ആദ്യം പോകാമെന്നും പറയാൻ പറ്റില്ല. എന്നതാ കഴിഞ്ഞ 4 ദിവസം മുമ്പേ കരഞ്ഞു പോയി ഞാനടക്കം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യത്തുള്ള കാര്യം. അബൂദാബിയിൽ നിന്ന് റിപ്പോർട്ട്, കേരളത്തിലെ മലപ്പുറം ജില്ലയിലെ ഒരു കുടുംബത്തിലെ ഭാര്യയും ഭർത്താവും 4 മക്കളും കൂടി കാറോടിച്ചു വരികയായിരുന്നു. പെട്ടെന്ന് ഒരു ട്രക്കറിന്റെ പിന്നിൽ പോയി വണ്ടിടിച്ചു. ആ ഇടിയുടെ ആഘാതത്തിൽ ഓൺ ദി സ്പോട്ടിൽ 12 വയസ്സുള്ള മകൻ, 11 വയസ്സുള്ള മകൻ, 9 വയസ്സുള്ള മകൻ, 6 വയസ്സുള്ള മകൻ, 4 ആൺകുട്ടികളും ഒരു ബാപ്പന്റെ ഉമ്മന്റെയും 4 ആൺകുട്ടികള്, പളുങ്ക് പോലത്തെ സുന്ദര കുട്ടന്മാരായ മക്കള് ഓൺ ദി സ്പോട്ടിൽ അവിടെ മരിക്കാൻ. ബാപ്പിയും രക്ഷപ്പെടുക, 4 കുട്ടികൾ മരിക്കുക. എന്നിട്ട് ആ 4 കുട്ടികളുടെ മയ്യത്ത് നിസ്കരിക്കാൻ ബാപ്പാനെ വീൽ ചെയറിൽ കൊണ്ടുവരിക. ഒരു ബാപ്പാക്ക് സഹിക്കാൻ പറ്റുമോ അത്? എന്റെ ഇങ്ങടെ മക്കളാണെങ്കിൽ നമ്മളൊന്നും ഒരു നിമിഷം ആലോചിക്കുന്ന നെഞ്ചത്ത് കൈവച്ചിട്ട് ഇങ്ങനത്തെ അവസ്ഥ ലോകത്ത് അല്ലാഹുവേ നമ്മൾ കാണിക്കും നീ വരുത്തല്ല അല്ലാ. ആ കുടുംബത്തിന് നീ ക്ഷമ കൊടുക്കണമല്ലോ. വമാ തദ്രീ നഫ്സും ബിഅയ്യി അർളിൻ തമൂത്. ആര് എവിടെ എപ്പോ എങ്ങനെ കടന്നു മരിക്കുമെന്ന് അല്ലാഹുവിനല്ലാതെ പറയാൻ പറ്റൂല. 90 വയസ്സായ വലിയപ്പോഴും ആയാത്തിലുണ്ട്. 45-50 വയസ്സേ ആ കുട്ടിയുടെ വാപ്പാക്കുള്ളൂ. 45 കണ്ടാ തോന്നുള്ളൂ. ആ ചെറുപ്പം വീൽ ചെയറിൽ വന്നിരുന്നിട്ട് കരയാണ്. 4 മക്കളുടെ മയ്യത്ത് മൂടി പൊതിച്ച് കഫൻ തുണിയിൽ കൊണ്ടുവന്ന് മയ്യത്ത് സ്കരിച്ച് കബറിലേക്ക് അടക്കാണ്. ഒറ്റടിക്ക് ഉണ്ടാക്കിയ 4 മക്കളും കബറിൽ കണ്ടു പോവുകയാണ്. എന്താണ് ഈ മരണങ്ങളൊക്കെ അല്ലേ? ഞാനിപ്പോ ഈ പരിപാടി വരുന്നതിന് മുമ്പേ ഞാൻ പ്രസംഗിക്കാൻ പോയിരുന്നത് എൻമൂർ ഉറൂസിന് ഞാൻ പ്രസംഗിക്കാൻ പോയി. ഈ കഴിഞ്ഞ 17-ാം തീയതി അതിന്റെ അടുത്ത് പേരമുഖർ എന്ന് പറഞ്ഞ സ്ഥലമുണ്ട് ഈ കർണാടകയിൽ. കഴിഞ്ഞ കൊല്ലം ഞാൻ അവിടെ പ്രസംഗിക്കാൻ പോയി. ആ പ്രസംഗിക്കാൻ പോകുമ്പോൾ അന്ന് വേറൊരു ഉസ്താദായിരുന്നു. ആ ഉസ്താദ് പോയതിന്റെ ശേഷം അവിടെ പുതിയതായിട്ടൊരു ഉസ്താദ് ചാർജ് എടുത്ത ഒരു ഫാദിലി ഉസ്താദ്, ചെറുപ്പക്കാരൻ. നിങ്ങളൊക്കെ യൂട്യൂബിലും ക്ലിപ്പിലൊക്കെ കണ്ടിരിക്കും അദ്ദേഹത്തെ. ഒരു 30-32 വയസ്സുള്ള നല്ല ചൊറുക്കനായ ഒരു ഉസ്താദ്, കാണാൻ നല്ല ഭംഗിയുള്ള കോമളനായ ഉസ്താദ്. അല്ലാഹ്, നിസ്കരിക്കാൻ വേണ്ടി കൈ കെട്ടി കുഴഞ്ഞു വീണ് പള്ളി കിടന്ന് മൗത്തായി പോവുകയാണ്. അല്ലാഹുവേ, പെട്ടെന്നുള്ള മരണങ്ങളെ തൊട്ട് ഞങ്ങളെ കാത്തുരക്ഷിക്കണമല്ലോ. അതുകൊണ്ട് നമ്മളൊക്കെ ചിന്തിക്കണം. ഞാൻ വിചാരിക്കും എനിക്ക് 10 വയസ്സല്ലേ ആയിട്ടുള്ളൂ, എനിക്ക് 10 ആയിട്ടില്ല, ഇനി ഉണ്ടല്ലോ കുറെ കാലം, 10-35 ആയിട്ടുള്ളൂ. അങ്ങനെ നിങ്ങൾ ആരും ചിന്തിക്കണ്ട കേട്ടോ. ഒരു ദിവസം കിട്ടിയാ കിട്ടി, നാളെ ഉണ്ടോ ഉണ്ടെങ്കിൽ ഭാഗ്യം, ഇല്ലെങ്കിൽ ഇന്നത്തോടെ തീർന്നു ഈ ദുനിയാവ്. അതുകൊണ്ട് ഒരു നിമിഷം കിട്ടിയാൽ അത് അല്ലാഹുവിന്റെ പൊരുത്തത്തിനായി വിനിയോഗിക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരു നാട്ടിലൊരു വയലുണ്ട് എന്ന് കേട്ടാൽ
അതിപ്പോ ഉസ്താദുമാര് കുറെ കാലമായില്ല വയലോറിന്. ഞാൻ ഇപ്പൊ ഒന്ന് പോയില്ലെങ്കിൽ ഇനിയും കേൾക്കാലോ, യൂട്യൂബിൽ കാണാലോ. യൂട്യൂബിൽ കണ്ടാൽ മജ്ലിസിൽ വന്നിരുന്ന കൂലി കിട്ടില്ല കേട്ടോ. വയല് കേട്ടതിന്റെ കൂലി കിട്ടും. പക്ഷെ ഇൽമിന്റെ മജ്ലിസ് സ്വർഗ്ഗ പൂങ്കാവനമാണെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാ പറഞ്ഞത്. സ്വർഗ്ഗ പൂങ്കാവനം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കിയത്? നീ വന്നപ്പോ ആജിയരിന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദെ ഇക്കഴിഞ്ഞ കൊല്ലം ഞാൻ ഹജ്ജിന് പോയി, അൽഹംദുലില്ലാഹ്, സന്തോഷം. കുറച്ച് പ്രായമുള്ള ഒരു ആജിയരാ. ഞാൻ ഭക്ഷണം കഴിക്കാൻ വന്ന വീട്ടിൽ വെച്ചിട്ട് എന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഇക്കഴിഞ്ഞ കൊല്ലം ഞാൻ ഹജ്ജിന് പോയി ഉസ്താദെ, അള്ളാഹു കബൂലാക്കട്ടെ എന്ന് ഞാൻ സാധുവായി ഞാൻ ദ്വാരക്കും ചെയ്തു കേട്ടോ. നമ്മൾ പലരും ഹജ്ജിന് പോയവരാ. പോകാത്തവർക്കൊക്കെ വളരെ പെട്ടെന്ന് പോവാൻ അള്ളാഹുവേ തൗഫീഖ് നൽകണമല്ലോ. ഉംറ ചെയ്യാത്തവർക്ക് ഉംറ ചെയ്യാനും ഹജ്ജ് ചെയ്യാത്തവർക്ക് മഖബൂലും മബ്റൂറുമായ ഹജ്ജുകൾ ചെയ്യാനും ഞങ്ങൾക്ക് എല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, തൗഫീഖ് നൽകണേ അല്ലാഹ് കേട്ടോ. അപ്പോ അതൊക്കെ ജീവിതത്തിൽ കിട്ടുന്ന ഒരു വലിയ ഭാഗ്യങ്ങളാണ്. എത്ര കാലം ഇവിടെ ആര് ജീവിക്കുമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഇസ്ലാം പരിപൂർണമതാക്കിയപ്പോ എല്ലാത്തിനും ഇസ്ലാമില് നിയമമുണ്ട്. നിയമമില്ലാത്ത ഒരു കാര്യമില്ല. ഇപ്പൊ നിങ്ങൾ ഇവിടെ ഇരിക്കണുണ്ടില്ലേ, വാൽദിന്റെ മജ്ലിസിൽ എങ്ങനെ ഇരിക്കേണ്ടത്? നിയമമുണ്ട്. കസേരയുടെ മുകളിൽ ഇരിക്കുമ്പോ ഇപ്പൊ എങ്ങനെ ഇരിക്കാൻ പറ്റുമോ? പക്ഷെ മജ്ലിസിൽ ഇരിക്കൽ ഇരുത്തല്ല, അത് നിലത്തിരിക്കണം. നല്ലൊരു പായൊക്കെ വിരിച്ചിട്ടായിരിക്കണമെങ്കിൽ ആദ്യത്തെ അത്തഹിയ്യാത്തിൽ ഇരിക്കണ ഇരുത്താവണം മജ്ലിസിൽ ഇരിക്കേണ്ടത്. അറബികൾ കണ്ടിട്ടില്ല നിങ്ങൾ? ഗൾഫിലൊക്കെ പോയാൽ നമ്മളിരിക്കുന്ന പോലെ കാലിന്റെ ഉള്ളിൽ കൂടെ പളയച്ചിട്ട് വരത്തിട്ടല്ലോ ഇരിക്കുക. ഒതുങ്ങിയിട്ട് അത്തഹിയ്യാത്തിന് ഇരിക്കണ പോലെ രണ്ട് കൈ തുടർ മുകളിൽ വെച്ചിട്ട് അവരിക്കുന്നുണ്ടല്ലേ, അതാണ് അദബിന്റെ ഇരുത്തം. അതാണ് ജിബ്രീൽ അലൈഹിസ്സലാം എന്ന മലക്ക് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് കാണിച്ചു കൊടുത്ത് ഒരു മുത്തഅല്ലിമി എങ്ങനെ ഇരിക്കണമെന്ന് കാണിച്ച് ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബായ തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് ഒരു മുത്തഅല്ലിമിന്റെ വേഷത്തിൽ വന്നിട്ട് ഇൽമു പഠിക്കാൻ വേണ്ടി വന്ന ചരിത്രം കിതാബിൽ നോക്കിയാൽ കാണാം. ആ ഇരുത്തമാണ് ഇരുന്നത്. അങ്ങനെ ഇവിടെ ഇൽമിന്റെ മജ്ലിസിൽ അങ്ങനെ ഇരിക്കേണ്ടത്. പക്ഷെ നമ്മളിപ്പോ കസേര ആയതുകൊണ്ട് ഇപ്പൊ എങ്ങനെ ഇരിക്കാൻ പറ്റുള്ളൂ, അപ്പൊ അങ്ങനെ ഇരിക്കുക കേട്ടോ. ഇനി ഒരു മുസ്ലിം എങ്ങനെ ചിരിക്കേണ്ടത് നിങ്ങള് ചിലർ ചിലർ അങ്ങനെ ഒരു ചിരി ഇസ്ലാമിലില്ല. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം ചിരിക്കുമ്പോ അവിടുത്തെ രണ്ട് മുൻപല്ലിന്റെ വെളുപ്പ് കളറ് കാണുന്ന രൂപത്തിലല്ലാതെ ഹബീബായ തങ്ങൾ ചിരിച്ചിട്ടില്ല. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൊട്ടിച്ചിരിച്ചിട്ടില്ല. അപ്പൊ നമ്മൾ ആ ചിരി ഇസ്ലാമിലില്ല കേട്ടോ. അത് കഴുതന്റെ ചിരിയാ. മുസ്ലിമീങ്ങൾ അങ്ങനെ ചിരിക്കാൻ പാടില്ല. ഹബീബായ തങ്ങൾ ചിരിച്ച ചിരിയാവണം നമ്മുടെ ചിരി, പുഞ്ചിരി. അവിടുത്തെ മുൻപല്ലിന്റെ വെളുപ്പ് കളർ കാണുന്ന രൂപത്തിലെ ഹബീബായ തങ്ങൾ ചിരിച്ചിട്ടുള്ളൂ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നോക്കിയാൽ കാണാം. ഇനി കരച്ചിലോ? അതിന് നിയമമുണ്ട്. ബാപ്പ മരിച്ചു, മരിക്കുമല്ലോ. ഉമ്മ മരിച്ചു, മകൻ മരിച്ചു, മകൾ മരിച്ചു, ഭാര്യ മരിച്ചു, എല്ലാരും മരിക്കുമല്ലോ. മരിക്കാത്തവരാരും ഇല്ലല്ലോ. അപ്പൊ കരച്ചിൽ വരും. കരയാതിരിക്കാൻ പറ്റുമോ? ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകനായ ഇബ്രാഹീം എന്ന കുട്ടി മരണപ്പെട്ടു. അല്ലാഹുവിന്റെ റസൂലിന്റെ മകനാണ് ഇബ്രാഹീം എന്നൊരു കുട്ടിയുണ്ട്. ഏതാണ് ആ കുട്ടിയുടെ ഉമ്മ? അത്താഹു ഇബ്രാഹീമു മിൻ സുരിയ വ ഉമ്മുഹു മാരിയത്തുൽ ഖിബ്തിയ. മാരിയത്തുൽ ഖിബ്തിയ എന്ന ഭാര്യയിൽ നിന്ന് അല്ലാഹുവിന്റെ റസൂലിനുണ്ടായ കുട്ടിയാണ് ഇബ്രാഹീം റളിയല്ലാഹു അൻഹു എന്ന കുട്ടി. ആ കുട്ടി മരിച്ചു. അല്ലാഹുവിന്റെ റസൂൽ ആ കുട്ടിയുടെ മയ്യത്ത് ഖബറടക്കുകയാണ്. ഖബറിലേക്ക് ആ കുട്ടിയുടെ മയ്യത്ത് അങ്ങ് വെച്ചപ്പോൾ ഹബീബായ തങ്ങളുടെ കണ്ണിൽ നിന്ന് ധാരധാരയായി കണ്ണുനീരിങ്ങ് ഒലിച്ചിറങ്ങിയിട്ട് താടിരോമത്തിന്റെ മോളിലൂടെ വന്നിട്ട് ഖബറിലേക്ക് കണ്ണീരിങ്ങനെ വീഴുകയാണ്. ഇതാരാണ് കാണുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കാഴ്ച കാണുകയാണ്. ആ സമയത്ത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, തങ്ങളെ, തങ്ങൾ അല്ലാഹുവിന്റെ റസൂലല്ലേ, തങ്ങൾ ഇങ്ങനെ കരയാൻ പാടുണ്ടോ?
തങ്ങളുടെ കുട്ടി മരിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ തങ്ങൾ അള്ളാന്റെ റസൂലല്ലേ, മൗത്തും ഹയാത്തും ഒക്കെ അള്ള തരുന്നതല്ലേ, തങ്ങൾ ഇങ്ങനെ നിലോളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഉമർ ബിൻ ഖത്താബിന്റെ മുഖത്ത് നോക്കി മുത്തുനബി പറയാണ്, ഉമറേ കണ്ണുനീര് റൗഫത്താണ് കേട്ടോ. ഒരു മനുഷ്യൻ കരയുമ്പോ കണ്ണുനീര് വരുന്നത് തെറ്റല്ല, അത് പാപമല്ല, അത് കുറ്റമല്ല. പാപ്പ മരിച്ചാ കരച്ചിൽ വരും, ഉമ്മ മരിച്ചാ കരച്ചിൽ വരും, ഉസ്താദ് മരിച്ചാ കരച്ചിൽ വരും, മക്കള് മരിച്ചാ കരയേണ്ടി വരും, വേണ്ടപ്പെട്ടവരൊക്കെ മരിച്ചാൽ കരയും. അപ്പൊ കണ്ണുനീരിങ്ങനെ വലിച്ചിറങ്ങുന്നത് തെറ്റല്ല. കണ്ണുനീരൊലിച്ചിട്ട് കരയാം, ആ കരച്ചിൽ ഇസ്ലാമിന്റെ കരച്ചിലാണ്. പക്ഷേ ചിലവരുണ്ട് മരിച്ചു എന്ന് കേട്ടാൽ അരോ പോയലോ പോയലോ നെഞ്ഞത്തൊരടി, തലേമൊരടി, ഒരു കുത്ത്, ഒരു ചാട്ടം, വാച്ചുക വസ്ത്രമൊക്കെ വലിച്ചു കീറുക, പിന്നെ ആ ഉരുളല് പെരളല് ഇസ്ലാമിലില്ലാട്ടോ. ഇസ്ലാമിലില്ലാട്ടോ. ആര് മരിച്ചാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, അല്ലാഹുവിൽ നിന്നാണ് നമ്മൾ ഉണ്ടായത്, അല്ലാഹുവിലേക്കാണ് നമ്മുടെ മടക്കം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, ഒരാളും മരിക്കാത്തവരില്ല. മരണം ഇല്ലാതിരുന്നുവെങ്കിൽ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായതോടെ ഉറപ്പിച്ചോ, എല്ലാരും മരിക്കും. ജിബ്രീലും മരിക്കും, അസ്റായീലും മരിക്കും, മീകായിലും മരിക്കും, ഇസ്രാഫീലും മരിക്കും. പിന്നെ ബാക്കി പറയാണ്ടോ? ജിബ്രീലും പോകും. എല്ലാരും റൂഹ് പിടിക്കുന്ന ആളാരാണ്? അസ്റായീൽ, മൂപ്പരും മരിക്കും. എല്ലാരും റൂഹ് പിടിക്കുന്ന അസ്റായീലും മരിക്കും. അല്ലാത്ത എല്ലാതും പോകും. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാ ശരീരവും മരണത്തിന്റെ രുചി അറിയും. അല്ലാഹു തആല നമുക്ക് ആഖിബത്ത് നന്നായി മരിക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. ആമീൻ. അപ്പൊ മരിക്കും, അപ്പൊ വേദന വരുമ്പോ കരയും. കണ്ണുനീരൊലിപ്പിച്ചുള്ള കരച്ചിൽ തെറ്റല്ല. പക്ഷെ നെഞ്ഞത്തടിക്കാൻ പാടില്ല, അട്ടഹസിക്കാൻ പാടില്ല, മുടി വലിച്ചിട്ട് പെണ്ണുങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ട് പ്രേതം പോലെ നടന്നിട്ടുള്ള കരച്ചില്, അതൊന്നും ഇസ്ലാമിലില്ല. അങ്ങനെ ചെയ്യാൻ പാടില്ല. ദുഃഖം വരുമ്പോൾ ക്ഷമിക്കണം, സന്തോഷം വരുമ്പോഴും അമിതമായ ആഹ്ലാദം പാടില്ല. സന്തോഷിക്കാൻ ഇസ്ലാമിൽ അനുമതിയുണ്ട്. ഇപ്പോ കല്യാണം, വിവാഹം സന്തോഷിക്കാം, സന്തോഷിക്കാം. പക്ഷേ പോക്കിരിത്തരങ്ങൾ കാണിക്കരുത്. നമ്മുടെ കർണാടകയിലുണ്ടോന്ന് എനിക്കറിയില്ല. കാരണം ഞാനിവിടെ അടുത്തൊന്നിപ്പോ ഒരു കല്യാണത്തിൽ ഞാൻ കൂടിയിരുന്നു സുരുബയിൽ. എന്റെ സുഹൃത്ത് അസീസ്, ഈ പരിപാടി അദ്ദേഹമാണ് എന്നെ വിളിച്ച് ഏൽപ്പിച്ചത്. ഞാൻ വേറെ ഒന്നുമല്ല, അദ്ദേഹം പറഞ്ഞു ഉസ്താദ് ആ പരിപാടിക്കൊന്ന് പോണം. വേറെ ഒന്നും നോക്കിയില്ല. അയാളും ഞാനും തമ്മിൽ, അസീസ് അത്ര വലിയ കോടീശ്വരനൊന്നും അല്ല കേട്ടോ. നമ്മൾ വിചാരിക്കും വല്ല ഏനപ്പായിട്ടാണോ ഉസ്താദായിട്ട് ഇത്ര ബന്ധം ഉണ്ടാവണമെങ്കിൽ. അയാൾ പറഞ്ഞിട്ട് ഉസ്താദ് ഇവിടെ വരണമെങ്കിൽ അയാൾ അടക്ക പൊളിക്കാൻ പോണ ഒരു തൊഴിലാളി, പാവാണ്, സാധുവാണ്. അപ്പൊ സാധുക്കളും നമുക്ക് കൂട്ടത്തിൽ വേണ്ടേ? മൗലാളിമാരും എന്റെ ഫ്രണ്ടുകളുണ്ട്. മുഖ്യമന്ത്രി, ഇപ്പൊ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്റെ ഫ്രണ്ടാണ്. ഇവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യുമായിട്ട് ഞാൻ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് തന്നെ അടുപ്പുണ്ട്. UT ഖാദർ സാഹിബുമായിട്ട് അടുപ്പുണ്ട്. അങ്ങനെ ഇവിടുത്തെ മന്ത്രിമാരൊക്കെ ആയിട്ട് ഞാൻ കഴിഞ്ഞ 12 വർഷം കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ എന്ന് പറഞ്ഞൊരു കോടതിയിലെ ജഡ്ജിക്ക് സമാനമായ പോസ്റ്റ് അലങ്കരിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. നിങ്ങൾക്കറിയാം ആ കഥകളൊക്കെ. അപ്പൊ ഒരുപാട് ഹൈ ലെവലുള്ള ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും MLA-മാരും MP-മാരും മുതലാളിമാരും ഒക്കെ ആയിട്ട് ബന്ധമുണ്ട്. അസീസിനെ പോലത്തെ അടക്ക പൊളിക്കുന്ന തൊഴിലാളികളുമായിട്ടും ബന്ധമുണ്ട്. അസീസുമായിട്ടുള്ള ബന്ധം. അതുപോലെ കെമാറയിൽ വരുമ്പോൾ എപ്പോഴും ഞാൻ ചെന്ന് താമസിക്കുന്ന ഒരു വീടാണ് സാധുവായ അനീഫാന്റെ വീട്. ഒരു സാധുവായ എളിമയുള്ള ഒരു മനുഷ്യനാണ്. ഒന്നുമില്ല, കൂലിപ്പണി നടത്തുന്ന ഒരു സാധാ തൊഴിലാളിയാണ്. അല്ലാഹുവേ, അവർക്കും ഞങ്ങൾക്കൊക്കെ നീ ബറക്കത്ത് നൽകണമല്ലോ. ആ സഹോദരൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിലാണ് എനിക്ക് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചത്. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കി പറയാണ്, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാത്തിനും നിയമം പഠിപ്പിച്ചിട്ടാണ് നമ്മുടെ കയ്യിൽ ഇസ്ലാം പൂർത്തീകരിച്ച് തന്നിരിക്കുന്നത്. സന്തോഷം രേഖപ്പെടുത്ത വിവാഹം. ഞാൻ ആ വിവാഹത്തിൽ പങ്കെടുത്തു, അവിടെ കുഴപ്പമൊന്നും കണ്ടില്ല. അതുപോലെ തന്നെ ആവും കർണാടകയിലല്ലോ എന്നാ. പക്ഷെ കേരളത്തിൽ അങ്ങനെയല്ല കേട്ടോ. കേരളത്തിൽ അള്ള കുറച്ച് ഞാമത്തും ബർക്കത്തും ഒക്കെ തന്നിട്ടുണ്ട്. അത്യാവശ്യം ചില ഞാമത്തും ബർക്കത്തൊക്കെ കിട്ടിയപ്പോ നമ്മുടെ ഗവൺമെന്റ് ഇടയിലുള്ളൂ. ഒരു കല്യാണത്തിന് ഒരാൾക്ക് തിന്നാനുള്ള ചോറ് കൊടുത്താൽ പോരെ? നിങ്ങൾ ചിന്തിക്കണം, ഒരു കല്യാണത്തിന് ഒരാൾക്ക് തിന്നാനുള്ള ചോറ് കൊടുത്താൽ പോരെ? ഒരാൾക്ക് എന്തിനാ 1500 രൂപയുടെ ചോറ്? ഇപ്പം തിന്നോ? പെർ ഹെഡ് 1500 രൂപ. ഞാൻ നാളെ പോയൊരു കല്യാണത്തിന്
അപ്പൊ ഒരു പ്ലേറ്റ് എടുത്തപ്പോ എന്നോട് പറഞ്ഞു, ഉസ്താദേ നിങ്ങൾ തിന്നാലും തിന്നതിലും 1500 അയാളുടെ പോയി. പ്ലേറ്റ് വലിച്ചാൽ മതി, ഒരു പ്ലേറ്റ് ചിക്കൻ, മട്ടൻ, ബീഫ്, പൊരിച്ചത്, കരിച്ചത്, തൂളിയത്, വെച്ചത്, മറിച്ചത്, ഒരു 52 ഐറ്റം. എന്തടാ ഇവൻ തെച്ചാല ഇതൊക്കെ വാരി വെച്ച് കയറ്റാൻ? എന്തിനാ സുഹൃത്തെ 1500 രൂപയുടെ ഫുഡ്? ഒരു മനുഷ്യൻ എത്ര തിന്നാൻ പാടുള്ളൂ ഉച്ചതങ്ങള്? കണ്ടതൊക്കെ വാരി വെച്ച് തിന്നാ? ഒരു മനുഷ്യന്റെ തിന്നണേന് റസൂലുള്ള നിയന്ത്രണം വെച്ചിട്ടുണ്ട്. ഇവിടെ എത്ര തിന്നാ? എത്ര തിന്നാ? മനുഷ്യന്റെ വയറിന്റെ 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1/3 ഫ്രീ. അത് മട്ടനായാലും ചിക്കനായാലും ബിരിയാണി ആയാലും മന്തി ആയാലും കുഴിമന്തി ആയാലും ഏതായാലും ഇത്രേ പാടുള്ളൂ കേട്ടോ. 1/3 ഭക്ഷണം, 1/3 വെള്ളം, 1 ഭാഗം ഫ്രീ. അങ്ങനെയാണ് നീ ഭക്ഷണം കഴിച്ചതെങ്കിൽ നിനക്ക് കുടലിന് ക്യാൻസർ ഇല്ല, നിന്റെ കുടലിന് മാരകമായ രോഗമില്ല, നിനക്ക് ഗ്യാസൈറ്റിസിന്റെ അസുഖമില്ല കേട്ടോ. ഇസ്ലാമിന്റെ ഭക്ഷണക്രമം നമ്മൾ ഫോളോ ചെയ്യണം. അതുകൊണ്ട് കല്യാണം എന്ന് വെച്ചിട്ട് കോടികൾ ദൂർത്തടിക്കരുത്. അതുപോലെ പുതിയാപ്പളുടെ ഒരു വരവുണ്ട് കല്യാണത്തിന്. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. മയ്യത്തും കട്ടല് പുതിയാപ്പളനുണ്ട്. ദിക്റും കൂടി ചെല്ലിയ ഉഷാറായിരുന്നു. പുതിയാപ്പള കൊണ്ടുവരികയാണ് മയ്യത്തും കട്ടല്. എന്തൊരു പോക്കിരിത്തറ! ഇതൊക്കെ ചെയ്യണത് നമ്മുടെ കൗമാണ്. ഹിന്ദുക്കളല്ല, ക്രിസ്ത്യാനികളല്ല, മറ്റ് കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റീസ് അല്ല. കൗമ് നമ്മുടെ കൗമ്. അള്ള കുറച്ച് ചില്ലറ കൊടുത്തു, കുറച്ച് സൗകര്യം ഉണ്ടായി, ഗൾഫിൽ പോയി 10 കാശ് കിട്ടി. അതിന്റെ നെതലം കാണിക്കരുത് പ്രിയപ്പെട്ടവരെ. ഒരൊറ്റ സെക്കൻഡ് മതി. ഫലസ്തീൻ രാജ്യത്തിലേക്ക് നിങ്ങൾ നോക്ക്. ഒരു വീഡിയോ കണ്ടപ്പോ കണ്ണ് നിറഞ്ഞുപോയി. നിങ്ങളുടെയും കണ്ണ് നിറയും. ഒരു കുട്ടി, ഫലസ്തീനിലുള്ള കുട്ടി പറയാണ് അറബിയില്, 16 ദിവസമായി എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, എനിക്ക് വിശപ്പ് സഹിക്കാൻ വയ്യ എന്ന് പറഞ്ഞിട്ട് ഫലസ്തീനിലെ കുട്ടി അതാ നിരത്തിരുന്നിട്ട് മണലിങ് വാരിയിട്ട് വായിലിട്ടിട്ട് കടിച്ച് ചമച്ച് തിന്നുകയാണ്. മണലാ തിന്നുന്നത്. 16 ദിവസമായി ഭക്ഷണം കിട്ടാത്ത ഫലസ്തീനിലെ പാവപ്പെട്ട കുട്ടി മണല് തിന്നുകയാണ്. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരി സ്വാബിരീൻ. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയാണ്, നിങ്ങളെ ധനം തന്നിട്ടും പരിശോധിക്കും, മക്കളെ തന്നിട്ടും പരിശോധിക്കും, മക്കളെ തരാതെയും പരിശോധിക്കും. മക്കളും മുതലൊക്കെ നിങ്ങളുടെ പരീക്ഷണമാണ്. അൽമാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തുദ് ദുനിയ. മുതലും മക്കളൊക്കെ ദുനിയാവിന്റെ ആഡംബരങ്ങളാണ്. സാലിഹായ സൽക്രമങ്ങൾ മാത്രമാണ് അല്ലാഹുവിന്റെ അടുത്ത് ബാക്കിയാകുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ മിതത്വമുള്ളവരാകണം, ദീനിൽ അടിയുറച്ചു നിൽക്കുന്നവരാകണം, നിസ്കാരം ഖളാ ആകാതെ കൊണ്ടുപോകാൻ നോക്കണം, ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവരാകണം, സാദാത്യങ്ങളെ ബഹുമാനിക്കുന്നവരാകണം, ഇൽമുമായി ബന്ധപ്പെടുന്നവരാകണം. മരണം നമ്മുടെ കൂടെ എപ്പോഴും 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 ഉണ്ട്. ഒരൊറ്റ സംഭവം കൂടി പറഞ്ഞ് ഞാൻ എന്റെ പരിപാടി സമാപിപ്പിക്കുകയാണ്. ഞാൻ നേരത്തെ അവിടെ പറഞ്ഞില്ലേ, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മാലാം ഖലീഫ. ആരാണ് അലി? ഞാൻ മദീനയിലെ അറിവാണ്, അതിലേക്ക് വരുന്ന വാതിലാണ് അലി എന്ന് റസൂലുള്ള പറഞ്ഞ സഹാബിയാണ്. അള്ളാന്റെ റസൂലിന്റെ കൂടെ 7 or 9 വയസ്സ് പ്രായമുള്ള സമയത്ത്, മീശ മുളക്കാത്ത സമയത്ത് റസൂലുള്ളാഹിനെ കൊണ്ട് വിശ്വസിച്ച ആളാണ് അലി കേട്ടോ. അലി ഇബ്നു അബീ ത്വാലിബ്. എന്താ ഒന്നും ഉണ്ടായിരിക്കുന്നു? അലി ഇബ്നു അബീ ത്വാലിബ്. എന്താ പറയാന്നറിയാൻ വേണ്ടിട്ട് തന്നെ ഇവിടെ നിന്ന് പറയുന്ന കേട്ടോ നിങ്ങള്. അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞപ്പോ ഇവിടെ നിന്നൊരു വചനം കേട്ടോ, കറമല്ലാഹു വജ്ഹഹു. ഇവിടെ നിങ്ങൾ പറഞ്ഞ എന്തേ പറഞ്ഞേ തെറ്റൊന്നുമില്ല കേട്ടോ. റളിയല്ലാഹു അൻഹു, രണ്ടും ശരിയാണ്. പക്ഷേ ഏറ്റവും അനുയോജ്യം കറമല്ലാഹു വജ്ഹഹു എന്നാവണം അലിയാരുടെ പേര് കേട്ടാ പറയേണ്ടത്. എന്താ ഇതിന്റെ അർത്ഥം? അല്ലാഹു അദ്ദേഹത്തിന്റെ മുഖത്തെ ആദരിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ബഹുമാനിക്കട്ടെ എന്നാണ്. എന്താണ് അലിയാരുടെ പേര് കേൾക്കുമ്പോ മാത്രം ഇങ്ങനെ? അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഫാറൂഖ്, ഉസ്മാൻ ദിന്നൂറൈൻ വഅലിയുൻ കറമഹുല്ലാഹ്. അലിയാരുടെ പേര് മാത്രം കേൾക്കുമ്പോ എന്താ ഇങ്ങനെ പറയാനുള്ള കാരണം? ഖതീലുൽ കുഫാരീന ളരിബ് ഉനുകിൽ കസ്റൽ കസ്റ അലി ഹൈദർ അസദുല്ലാഹി അൻഹു റളിയല്ലാഹ്.
ജമീഉൽ ഖുർആനി أنفق مالا خيرا خيرا عثمان ذي النورين عنه رضي الله فريق بين حق وباطل القهرا عمر ولي فاروق الله عنه رضي الله أفضل صحابة آنسوه سرورا أبو بكر صديق الله عنه رضي الله ഖുലഫാഉർ റാഷിദീങ്ങളിൽ ആരും മോശക്കാരല്ല. അബൂബക്കറും ഫിൽ ജന്ന, ഉമറും ഫിൽ ജന്ന, ഉസ്മാനും ഫിൽ ജന്ന, അലിയും ഫിൽ ജന്ന. ഇവര് നാലാളും സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞിട്ടുണ്ട്. നാലാൾക്കും നാല് പ്രത്യേകതകൾ വേറെയുണ്ട്. അതിലേക്ക് പറയാൻ സമയമില്ല. എന്നാൽ ഈ പറഞ്ഞ കാര്യം മാത്രം കംപ്ലീറ്റ് ചെയ്യട്ടെ. എന്താണ് അലിയാരുടെ പേര് കേൾക്കുമ്പോ കറമല്ലാഹു വജ്ഹഹു എന്ന് പറയാനുള്ള കാരണം എന്താണെന്നറിയോ? തങ്ങളുടെ പേര് കേൾക്കുമ്പോൾ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നു ഖത്താബിന്റെ റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ഇബ്നു അഫ്ഫാന്റെ റളിയല്ലാഹു അൻഹു. എന്താ കാരണം എന്നറിയോ? 7-9 വയസ്സ് പ്രായമുള്ള മീശ മുളക്കാത്ത സമയത്ത് ഇസ്ലാമിലേക്ക് കടന്നു വന്ന കുട്ടിപ്രായത്തിൽ തന്നെ റസൂലുള്ളാഹിന്റെ കൂടെ കൂടിയ ആളാണ് ആര്? അലിയാരെന്ന ഖാജ. അതുകൊണ്ടാ ഫാത്തിമ ബീവിനെ കെട്ടിച്ചു കൊടുത്തത്. ഫാത്തിമ ബീവിനെ കെട്ടാൻ എത്ര മോലാളിമാരെ ക്യൂ നിന്നറിയോ? ആർക്കാ? റസൂലുള്ളാഹിന്റെ പൊന്നാര മോള ഫാത്തിമ. ഫാത്തിമാനെ പറ്റി മുത്തനബി പറഞ്ഞത് ഫാത്തിമന്റെ കരളിന്റെ കഷ്ണാണ്. അത്ര ഇഷ്ടമാണ് റസൂലുള്ളാഹിക്ക് ഫാത്തിമാനോട്. സൈനബ ബീവിയോട് ഇഷ്ടമാണ്, മറ്റു ബീവിമാരോടൊക്കെ നബി തങ്ങൾക്ക് ഇഷ്ടമാണ് കേട്ടോ. പക്ഷെ ചില കുട്ടികളോട് നമുക്കൊരു പൊടി സ്നേഹം ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ ചെറിയ കുട്ടിയോട് ചിലപ്പോ ആപ്പാക്കും ഉമ്മാക്കും ഒരു ലേശം സ്നേഹം, ചിലപ്പോൾ അത് വയ്യോനോടാവും എന്ന് വെച്ച് മറ്റു 3 എണ്ണം ഉണ്ടെങ്കിൽ അവരോട് മോശമൊന്നുമില്ല, അവരോട് വെറുപ്പൊന്നുമില്ല, സ്നേഹം തന്നെ. പക്ഷെ ഒരു പൊടി. ഈ ആലൂക്കാസ് ജ്വല്ലറിയുടെ പരസ്യം കൊടുക്കാറുണ്ട്. കേരളത്തിൽ ആലൂക്കാസ് ജ്വല്ലറി തൊട്ടൊരു ജ്വല്ലറി, ആ ജ്വല്ലറിയുടെ പരസ്യം കൊടുക്കാറുള്ള എന്താണോ? ഒരു പണത്തൂക്കം മുന്നിൽ എന്നാണ് കൊടുക്കാറ്. എന്ന പോലെ ഒരു പണത്തൂക്കം സ്നേഹം ഏതെങ്കിലും ഒരു മക്കളോടുണ്ടാവും. വാപ്പാക്ക് 5 മക്കളുണ്ടെങ്കിൽ പറയുമ്പോഴൊക്കെ ഈ 5 പേരിലും ഒരുപോലെ തന്നെയാണ് അല്ലേ? 4 ഈ 5 പേരിലും ഒരുപോലെ.